ഗവൺമെന്റ് ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഭവത്തിലെ ആരോപണ വിധേയൻ രാജേഷ് ഒളിവിലാണെന്നാണ് സൂചന. ഇയാൾ കുടുംബമായി താമസിക്കുന്ന തിരുവനന്തപുരം പാപ്പനംകോട് വീട്ടിൽ അവസാനമായി എത്തിയത് 1 മാസം മുൻപാണ്. PSC വഴി ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തും അതുപോലെ ശ്രീചിത്രയിലും ജോലി വാഗ്ദാനം ചെയ്തും തട്ടിപ്പ് നടത്തിയ രാജേഷിന്റെ വീടാണ് ഇത്. തമ്പുരാൻമുക്കിൽ പാപ്പനംകോട് തമ്പുരാൻമുക്ക് സ്റ്റുഡിയോ റോഡിൽ ഉള്ള രാജേഷിന്റെ വീടാണ് ഇത്. കഴിഞ്ഞ കുറേ കാലമായി, കുറച്ച് വർഷങ്ങളായി ഇവിടെയായിരുന്നു താമസം. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന് ഇരയായവർ വീട്ടിലേക്ക് അന്വേഷിച്ച് എത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം 1 മാസത്തോളമായി ഈ വീട്ടിൽ നിന്ന് താമസം മാറിയിട്ട് എങ്ങോട്ടേക്കാണ് ഇയാൾ പോയത് എന്നുള്ള വിവരം ഇപ്പോഴും ആ സമീപത്ത് താമസിക്കുന്നവർക്ക് പോലും കൃത്യമായി അറിയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ ഈ തട്ടിപ്പിന് ഇരയായവർ വീട്ടിൽ വന്ന് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിനെ തുടർന്നാണ് ഇയാൾ ഈ വീട് വിട്ട് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒട്ടനവധി പേരാണ് ഈ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം PSCയിൽ ജോലി വാഗ്ദാനം ചെയ്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ശ്രീചിത്രയിലും ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പലരുടെയും കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ വാങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും അഡ്വൈസ് മെമ്മോ ഉൾപ്പെടെ, അതായത് ഒരാൾ PSC എഴുതി ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന അഡ്വൈസ് മെമ്മോ പോലും അതേ രൂപത്തിൽ തന്നെ ഇയാൾ തരപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് പലരും ഇയാൾക്ക് പണം അയച്ചു നൽകുകയും ചെയ്തിട്ടുള്ളത്. മിക്കവരും Google Pay വഴിയാണ് ഇയാൾക്ക് പണം അയച്ചു നൽകിയിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് നേരിട്ടെത്തി പണം നൽകിയവരുണ്ട്. എന്തായാലും ഇയാൾ ഇപ്പോൾ കഴിഞ്ഞ 1 മാസത്തിലേറെയായി ഈ വീട്ടിലെത്തിയിട്ട്. സജികുമാറിനൊപ്പം ജിബിൻ GB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ജിബിൻ, എത്ര പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തി, എത്ര ആളുകളെ ഇതിന്റെ പങ്കാളികളാക്കി, സർക്കാർ രേഖകളെ വെല്ലുന്ന തരത്തിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ആസൂത്രണം ചെയ്ത ഒരു തട്ടിപ്പ് നടത്തിയ ഒരാളാണ്. പക്ഷേ ഇപ്പോൾ നിയമത്തിന്റെ കണ്ണെല്ലാം വെട്ടിച്ചുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് മാധു. കാരണം ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ ശേഷം ഇയാൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നീടാണ് ഓരോരുത്തരായി ഈ തട്ടിപ്പ് മനസ്സിലാക്കി ഇയാൾ താമസിക്കുന്ന പാപ്പനംകോട് സ്റ്റുഡിയോ റോഡിലുള്ള തമ്പുരാൻ നഗർ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ അകത്താണ് ഇയാൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ, ഏകദേശം കഴിഞ്ഞ 3 വർഷമായി ഇവിടെയാണ് ഇയാൾ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്നത്. ഇയാളുടെ കുടുംബം 4 പേരടങ്ങുന്ന 2 മക്കളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ 3.5 വർഷമായി ഇവിടെയാണ് താമസം. തുടർന്ന് ഈ തട്ടിപ്പിന് ഇരയവർ ഇത് മനസ്സിലാക്കി ഈ വീട് തേടി ഇങ്ങോട്ടേക്ക് എത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ഏകദേശം 1.5 മാസം മുൻപ് ഇയാൾ ഈ വീട്ടിൽ നിന്ന് മാറുന്ന ഒരവസ്ഥയുണ്ടായത്. പക്ഷേ ഇവിടെ നിന്ന് മാറുന്ന കാര്യം ഇയാൾ ഈ വാടകയ്ക്ക് എടുത്തിരുന്ന വീടിന്റെ ഉടമസ്ഥനെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇയാൾ ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. കാരണം ഇത് സംബന്ധിച്ച് പോലീസിനൊക്കെ പരാതി ലഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനു മുമ്പായി തന്നെ ഇയാൾ ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇയാൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ഒരു ഓൺലൈൻ ചാനലുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു. സമീപകാലത്താണ് അതിൽ നിന്ന് മാറി പിന്നീടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുമായൊക്കെ ഇയാൾ ബന്ധപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 1.5 മാസക്കാലമായി ഇയാൾ തിരുവനന്തപുരത്തെ ഈ പാപ്പനംകോടുള്ള വീട്ടിൽ എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് കോട്ടയത്തേക്കോ മറ്റോ കടന്നതായാണ് ലഭിക്കുന്ന വിവരം. മാധു.